രണ്ട് സൈഡും വേരിയബിൾസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സോൾവ് 7x ഈക്വൽ 4x മൈനസ് 12. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് പിന്നെ നമ്മൾ കോഎഫിഷ്യൻറ്റ് ചെയ്യണമെന്ന്. അതേപോലെ തന്നെയാണ് വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് ആദ്യം മാറ്റാം, കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, 7x 4x പോസിറ്റീവാണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്താകുന്നു -4x ഈക്വൽ, ഇതങ്ങനെ എഴുതണം, -12 ആണ് തന്നിരിക്കുന്നത്, -12 മൈനസ് 4 3. 7x മൈനസ് 4x എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്തിട്ട് x എഴുതാം. ഓക്കെ, 3x ദാറ്റ്സ് ഈക്വൽ -12. x ഈക്വൽ, ഇനി കോഎഫിഷ്യൻറ്റിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ. -12 ഡിവൈഡഡ് 3. So how many times? 4 times. 4 3s are 12. മൈനസ് സിമ്പിൾ ഇടാൻ മറക്കരുത് കേട്ടോ. x ഈക്വൽ ടു -4. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. 3x -2 ഈക്വൽ 8x -12. ഇവിടെ നോക്കൂ, ലാസ്റ്റ് ടൈമിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ രണ്ട് കോൺസ്റ്റൻറ്റും രണ്ട് വേരിയബിൾസും തന്നിട്ട്, അപ്പോൾ വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്കും കോൺസ്റ്റൻ്റ് ഒരു സൈഡിലേക്കും മാറ്റണം. 3x പ്ലസ് 8x ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവുന്നു? -8x ഈക്വൽ -12 അങ്ങനെ എഴുതുന്നു. -2 ആണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 ആവുന്നു. +2. 3x -8x, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മൈനസ് ചെയ്യുക, അതിനുശേഷം വലിയ നമ്പറിൻ്റെ സിമ്പിൾ ഏതാണ് അതാണ് ഇടേണ്ടത്. സോ 3x - 8x ഈക്വൽ ടു 5x -5x ഈക്വൽ -12 + 12. അപ്പോൾ ഒരു മൈനസ് സിമ്പിളും ഒരു പോസിറ്റീവ് നമ്പറും ആണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മൈനസ് ചെയ്യുക, എന്നിട്ട് അത് വലിയ നമ്പറിൻ്റെ സൈൻ ഇടുക. അപ്പോൾ -10. ഓക്കെ, x ഈക്വൽ -10 ഡിവൈഡഡ് ബൈ -5. That is equal to 2. x ഈക്വൽ 2. ഓക്കെ, ഒരു നെഗറ്റീവ് നമ്പറിനെ വേറെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് x ഈക്വൽ ടു 2. ഇവിടെ -10 ഇവിടെ -5 അറിയാതെ മൈനസ് സിമ്പിൾ ഇട്ട് പോകരുത്. ആൻസർ വിൽ ബി റോങ്. ഓക്കെ.